സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ ശരത്ത് വെൽഡിംഗ് വർക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് മംഗലാപുരത്ത് തന്നെയാണ്. മംഗലാപുരത്ത് മാക്കാളിപ്പടുപ്പ് ജപ്പിനമുഖർ ഈ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് നമ്മൾ കേരളത്തിൽ നിന്ന് വരുമ്പോൾ തലപ്പാടി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പിന്നെ നേത്രാവതി പാലമുണ്ട് കർണാടകയിൽ. നേത്രാവതി പാലത്തിൻ്റെ കയറി കഴിഞ്ഞ് ഇടത്തേക്ക് ടൗണിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വഴി, മംഗളദേവി അമ്പലത്തിലൊക്കെ പോകുന്ന വഴിയാണ്. അതിപ്പോൾ ജസ്റ്റ് റോഡിൻ്റെ പണി നടക്കുകയാണ്. അതായത് റെയിൽവേ അണ്ടർപാസിൻ്റെ പണി നടക്കുന്നു. റോഡ് ടെമ്പറലി ക്ലോസ്ഡ് ആണ്. ഈ റിങ്ങിൻ്റെ കിണർ പണിയിലെ ഒരു പ്രധാനപ്പെട്ട പ്രവൃത്തിയാണ് ഈ റിങ് നിർമ്മിക്കുക എന്നുള്ളത്. ഇപ്പം നിങ്ങൾ കാണുന്നത് 8 ഫീറ്റിൻ്റെ റിങ് നിർമ്മിക്കാൻ പോവുകയാണ്, വാർക്കാൻ പോവുകയാണത്. അപ്പം അത് ഇന്നലെ വാർത്ത ആ മോൾഡ് അഴിക്കുക. ആ മോൾഡ് അഴിച്ചിട്ട് തറയിൽ സെറ്റ് ചെയ്യുക. അടുത്തടുത്തേക്ക് സെറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ തറ നല്ല ലെവലായിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ റിങ്ങിന് കറക്റ്റ് ഷേപ്പ് കിട്ടത്തില്ല. അതുപോലെ തന്നെ 8 ഫീറ്റിൻ്റെ ആകുമ്പോൾ ഒരു 6 പീസ് വീതമുണ്ട്. അകത്ത് 6 പീസ്, പുറത്ത് 6 പീസ്. ഈ അകത്തെ പീസിൻ്റെ ഇടയിൽ ഒരു തടി കഷ്ണം വെക്കും, ഒരു 3 ഇഞ്ചിൻ്റെ തടി. അത് പീസടി എന്നാണ് പറയുന്നത്. അത് വെക്കുന്ന പറഞ്ഞാൽ ഈ മോൾഡ് ഇളക്കാൻ വേണ്ടിയാണ്. അതാണ് ആദ്യം ഇളക്കുന്നത്. അതിലൂടെ മാത്രമേ മറ്റേ പീസുകൾ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റൂ. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പം നല്ല ക്വാളിറ്റിയിലാണ് ചെയ്യേണ്ടത്. 2 റൗണ്ട് കമ്പിയിട്ട് 8 mm 2 റൗണ്ട് കമ്പിയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അതിൻ്റെ മേക്കിംഗ്. അപ്പോൾ ഇത് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് ചെയ്യുന്നത്. കാരണം ഇത് നമ്മളൊരു റിങ് ഒരു മോൾഡിൽ വാർത്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 3/4 മണിക്കൂറിന് ആ മോൾഡ് അഴിച്ചു മാറ്റാൻ പറ്റും. നമുക്കറിയാം, നോർമലി നമ്മൾ തട്ടടിച്ച് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര 7 ദിവസം 5 ദിവസം കഴിഞ്ഞിട്ടാണ് ആ തട്ടിളക്കുന്നത്, ഒരു ഫില്ലർ പോലെ വാർത്താൽ പോലും. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് 1 മണിക്കൂർ കഴിയുമ്പം ഇളക്കാൻ പറ്റും. അപ്പോൾ അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടത് ചെയ്യാൻ. അല്ല വെറുതെ നമ്മൾ മോൾഡ് സെറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം 30 വർഷക്കാലമായിട്ടാണ് നമ്മൾ മംഗലാപുരത്ത് ഈ റിങ്ങിൻ്റെ വർക്ക് നടന്നത്. അതിൽ ഒരു വർക്കിൽ പോലും നമുക്ക് പരാജയം സംഭവിച്ചിട്ടില്ല. കാര്യം ഈ റിങ്ങിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. റിഗ് ക്വാളിറ്റി കുറവുണ്ടെങ്കിൽ അത് നോർമലി നമ്മുടെ പണിയെ ബാധിക്കും. അപ്പോൾ അത്ര ക്വാളിറ്റി തന്നെ വേണം റിങ്ങുകൾ ഉണ്ടാക്കേണ്ടതും. അതിനുശേഷം റിങ് ഉണ്ടാക്കുന്നത് മാത്രമല്ല, റിങ് വാർത്തതിന് ശേഷം കൃത്യമായി 15 ദിവസം, മിനിമം 10 ദിവസം, നമ്മൾ കൃത്യമായി 15 ദിവസം 3 തവണയാണ് ഇതിന് ക്യൂറിങ് കൊടുക്കേണ്ടത്. ഈ റിങ്ങിൻ്റെ ഈ മോൾഡ് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മോൾഡിൻ്റെ ഓരോ മൂലയിലും 6 പീസാണ് ഞാൻ പറഞ്ഞല്ലോ. അകത്ത് 6 പീസ്, പുറത്ത് 6 പീസ്. അപ്പോൾ ഈ ഓരോ മൂലയിലും നമ്പറുണ്ട്, 1, 2, 3 അങ്ങനെ. മോൾഡിൻ്റെ ഓരോ പീസ് എടുക്കുമ്പോഴും അതിൻ്റെ 2 വശത്തിന് നമ്പർ കാണും. നോർമലി എല്ലാ മോൾഡും അകത്തെ മോൾഡിൻ്റെ പീസ് എടുക്കുമ്പം 1 വരുന്ന ഭാഗത്ത് അതിനിടയിലാണ് ഈ പീസ് കടി എന്ന് പറയുന്നത് 3 ഇഞ്ച് കനമുള്ള തടി കഷ്ണം ജോയിൻ ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം 2, 2, 3, 3, 4, 4 അങ്ങനെയാണ് ജോയിൻ ചെയ്ത് പോകേണ്ടത്. അല്ലാതെ കറക്റ്റ് നമ്പർ നോക്കി ജോയിൻ ചെയ്തില്ലുള്ള കുഴപ്പം, റിങ്ങിന് കറക്റ്റ് റൗണ്ട് കിട്ടത്തില്ല. അത് കോട്ടം എന്ന് പറയും, കോട്ടം വരും. അങ്ങനെയാണ് റിങ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകൾ ഇനിയും കാണാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.